ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ രാജ്യത്ത് 2016 ഡിമോണിറ്റൈസേഷൻ അല്ലെങ്കിൽ നോട്ട് നിരോധനം കൊണ്ടുവന്ന് ഇപ്പോൾ ഈ നവംബർ ആയപ്പോഴത്തേക്ക് ഏകദേശം 9 വർഷമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായിട്ട് ഗവൺമെൻറ് പറഞ്ഞിരുന്നത് നമ്മളുടെ ക്യാഷ് ട്രാൻസാക്ഷൻസിൻ്റെ അളവ് കുറയ്ക്കുക, അതുപോലെ തന്നെ ക്യാഷ്ലെസ് ട്രാൻസാക്ഷന് എക്കോണമിയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് പിന്നെ അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് പൊതുവെ കൂടുതൽ എന്താണ് പറയുന്നത് പോപ്പുലറൈസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു അളവ് കൂട്ടുക എന്നൊക്കെയുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഗവൺമെൻറ് ഡിമോണിറ്റൈസേഷൻ കൊണ്ടുവന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഈ ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞിപ്പോൾ 9 വർഷമായിട്ടും നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ പിന്നെ കറൻസികളുടെ എണ്ണം വളരെ കൂടുതലായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കറൻസികൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ആൾക്കാർ കൂടുതൽ കറൻസി കൈകാര്യം ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. അതുപോലെ തന്നെ ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെയും അളവുകൾ കൂടിയിട്ടുണ്ട്. നമ്മുടെ UPI ട്രാൻസാക്ഷൻ അതുപോലുള്ള ഡിജിറ്റൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഉള്ളത് എന്ന് വെച്ചാൽ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻ്റെ അളവുകളും കൂടിയിട്ടുണ്ട്. പക്ഷേ കറൻസി നോട്ടുകൾ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ കൂടുതൽ താല്പര്യപ്പെടുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള RBIയുടെ കണക്കുകളിൽ കൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം 9 വർഷം നോട്ട് നിരോധനത്തിന് ശേഷം 9 വർഷമായിട്ടുണ്ട്. ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് രാജ്യത്തെ കൂടുതൽ നയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയായിരുന്നു നോട്ടുകളുടെ എണ്ണം കുറയ്ക്കുക അല്ലെങ്കിൽ ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ആയിരുന്നു അവർക്ക് ഡിമോണിറ്റൈസേഷൻ എന്നാണ് അവർ പറയുന്നത്. അതും നോട്ട് നിരോധിച്ചതിൻ്റെ ഒരു ലക്ഷ്യമായിട്ടായിരുന്നു അവർ. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന് വിപരീതമായിട്ടുള്ളൊരു അവസ്ഥയാണ് അല്ലെങ്കിൽ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. അന്ന് 500-ൻ്റെ 1000-ൻ്റെയും നോട്ടുകൾ നിരോധിച്ച് 2016 നവംബറിലായിരുന്നു 8-നായിരുന്നു ഈ പറഞ്ഞ ഈ ഡിമോണിറ്റൈസേഷൻ ഡിക്ലെയർ ചെയ്തത് അല്ലെങ്കിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ചത്. ഡിജിറ്റൽ പണമിടപാടും അതിനുശേഷം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. എന്തിനും ഏതിനും ആൾക്കാരെല്ലാം ചെറിയ പേയ്മെൻറ്റിനും വലിയ പേയ്മെൻറ്റിനും എല്ലാം തന്നെ QR കോഡ് സ്കാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ GPay ഉപയോഗിക്കുന്നതും UPI ടോട്ടലി ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കുന്നതിൻ്റെ എണ്ണം അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂവും കൂടിയിട്ടുണ്ട് എക്കോണമിയിൽ എന്നുള്ളതാണ് നമുക്ക് പൊതുവെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ കറൻസിയുടെ എണ്ണം കൂടി വരികയാണ് എക്കോണമിയിൽ. ഡിജിറ്റൽ പേയ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഇപ്പോഴും കറൻസി ട്രാൻസാക്ഷൻ ആണ് ആൾക്കാർ നടത്തുവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ പ്രിയം കാണിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കണക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 2016 നവംബറിലെ 4 കണക്കും പ്രകാരം നമ്മുടെ എക്കോണമിയിൽ ഉണ്ടായിരുന്ന നോട്ടുകളുടെ മൂല്യം 17.97 ലക്ഷം കോടിയായിരുന്നു. 2016 ഈ ഡിമോണിറ്റൈസേഷൻ നവംബർ 8-നായിരുന്നല്ലോ. നവംബർ 4 വരെയുള്ള കണക്കനുസരിച്ച് 17.97 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ നമ്മുടെ എക്കോണമിയിൽ ഉണ്ടായിരുന്നു. നോട്ട് നിരോധിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ നടത്തിയതിന് ശേഷം 2017 ജാനുവരിയിൽ അന്ന് നമ്മളുടെ എക്കോണമിയിൽ അല്ലെങ്കിൽ വിപണിയിൽ ഉണ്ടായിരുന്ന കറൻസികളുടെ മൂല്യം എന്ന് പറഞ്ഞാൽ 7.8 ലക്ഷം കോടിയായിരുന്നു. കുറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഡ്രാസ്റ്റിക് ആയിട്ട്. കാരണം 2016 നവംബർ മുതൽ 2017 ജനുവരി വരെയുള്ള കാലഘട്ടം വലിയ കാലതാമസമൊന്നും വലിയൊരു ടൈം പീരീഡ് ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് 7.8 ലക്ഷം കോടി രൂപയുടെ കറൻസിയുടെ സർക്കുലേഷൻ മാത്രമേ ഉള്ളായിരുന്നു വിപണിയിൽ അല്ലെങ്കിൽ നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ. 2025 ഒക്ടോബർ 17 നമ്മുടെ RBIയുടെ കണക്കനുസരിച്ചിട്ട് ഇപ്പോൾ നോട്ടുകളുടെ മൂല്യം എന്ന് പറഞ്ഞാൽ 37.29 ലക്ഷം കോടിയാണ്. അതായത് ഡിമോണിറ്റൈസേഷൻ മുമ്പ് ഉണ്ടായിരുന്ന 17.97, അതായത് 18 ലക്ഷം കോടി കറൻസി നോട്ടുകളുടെ സ്ഥലത്ത് ഇപ്പോൾ 37.29, അതായത് 37.3 37.3 അല്ലെങ്കിൽ 37.3 ലക്ഷം കോടി രൂപയുടെ കറൻസികൾ ഇപ്പോൾ വിപണിയിൽ അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടെന്നാണ്. അപ്പോൾ 17 34 ഏകദേശം അതിൻ്റെ 100% കൂടുതൽ വർധനവ് വന്നിട്ടുണ്ട്. 2025 ജൂൺ വരെയുള്ള 3 മാസത്തെ ഡിജിറ്റൽ പണമിടപാടും കൂടിയിട്ടുണ്ട്. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെ വോളിയൂം ഇന്ത്യയിൽ വളരെ വർദ്ധിച്ചു വരികയാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. നമുക്ക് 2025 ജൂൺ വരെയുള്ള 3 മാസം, ആദ്യത്തെ ഏപ്രിൽ മെയ് ജൂൺ ഈ 3 മാസത്തെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിൻ്റെ അല്ലെങ്കിൽ ഡിജിറ്റൽ പണമിടപാടുകളുടെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5490 കോടി രൂപയാണ്. 5490 കോടി ഇടപാടുകളാണ്, രൂപയല്ല, ഇടപാടുകൾ, നമ്പേഴ്സാണ്. അപ്പോൾ അത് പ്രതിദിനമായിട്ട് പറയുമ്പോൾ ഏകദേശം 66.80 കോടി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ്റെയും
അതായത് ഈ പറഞ്ഞ UPI അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ നോൺ ക്യാഷ് മെത്തഡ് ഓഫ് ട്രാൻസാക്ഷൻസിൻ്റെ അളവും മൂല്യവും ഒക്കെ തന്നെ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ എക്കോണമിയിൽ. അതിൻ്റെയും കണക്കുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് അടുത്തൊരു വീഡിയോക്കകത്തിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രഖ്യാപിത നയം ആയിട്ട് പോലും എക്കോണമിയിലെ കറൻസിയുടെ അളവ് കൂടിയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കാരണം ഗവൺമെൻറ്റിനാണ്. കാരണം ഗവൺമെൻറ് ആണല്ലോ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഏജൻസി ആയിട്ടുള്ള, ഏജൻസി മീൻസ് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു പാർട്ടായിട്ടുള്ള RBI, സെൻട്രൽ ബാങ്ക് RBI ആണല്ലോ കറൻസി പ്രിൻ്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഈ സ്റ്റേറ്റിനല്ലാതെ മറ്റാർക്കിനകത്തിലൊരു പങ്കില്ല. ഇല്ല, കറൻസിയുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് ജനങ്ങളുടെ അല്ലെങ്കിൽ മറ്റാരുടെയും തന്നെ ഉത്തരവാദിത്തമല്ല. കറൻസിയുടെ എണ്ണം കൂടുന്നു എന്നുള്ളത്, കറൻസിയുടെ എണ്ണം കൂട്ടുന്നത് ഗവൺമെൻറ് തന്നെയാണ്. കാരണം ഗവൺമെൻറ്റിനാണ് അത് കറൻസി പ്രിൻ്റ് ചെയ്യാനും അത് സപ്ലൈ അല്ലെങ്കിൽ സർക്കുലേറ്റ് ചെയ്യാനുള്ള ഏം, അധികാരം ഗവൺമെൻറ്റിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിലുണ്ടാകുന്ന വർധനവ് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് കാരണമാണ് ഇതിനകത്ത് വർധന ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ എന്തുകൊണ്ട് ഗവൺമെൻറ്റിനകത്തിൽ, എന്നിട്ടത് പറയുന്നത് ജനങ്ങൾ കൂടുതൽ കറൻസി പേയ്മെൻറ്റ് ഇഷ്ടപ്പെടുന്നു എന്നുള്ള റിപ്പോർട്ടാണ്. ഈ ജനങ്ങൾ കൂടുതൽ കറൻസി പേയ്മെൻറ്റ് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ എക്കോണമിയിൽ അല്ലെങ്കിൽ വിപണിയിൽ കറൻസി ഉള്ളതുകൊണ്ടാണല്ലോ ജനങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത്. കാരണം ജനങ്ങളല്ലോ ഇത് പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് അവർ ഉപയോഗിക്കുമല്ലോ. ഗവൺമെൻറ് പ്രിന്റ് ചെയ്തിട്ടാണല്ലോ ഇത് എക്കോണമിയിലോട്ടോ അല്ലെങ്കിൽ വിപണിയിലോട്ടോ മാർക്കറ്റിലേക്ക് അവർ സർക്കുലേറ്റ് ചെയ്യുന്നത്. ആ സർക്കുലേഷന് ശേഷമല്ലോ ജനങ്ങളുടെ കയ്യിൽ ഈ പണം വന്നെത്താറുള്ളത് തീർച്ചയായിട്ടും അതിലും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ജനങ്ങൾ കൂടുതൽ കറൻസി പേയ്മെൻറ്റ് ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാരണം കൊണ്ടാണോ ഈ ഒരു വർധനവെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അങ്ങനെയല്ല, ഓപ്പോസിറ്റ് രീതിയിലാണ്. കാരണം നമുക്കറിയാം ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഫിനോമിന, ഇതൊക്കെ തന്നെ ഗവൺമെൻറ്, അതായത് രാജ്യത്തെ ഗവൺമെൻറ്റാണ് ഇതിനെല്ലാം കാരണക്കാര്. കാരണം കറൻസി പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്യാനുള്ള ഹോൾ സോൾ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സെൻട്രൽ ബാങ്കായിട്ടുള്ള ഇന്ത്യയിൽ RBIക്കാണ്. മറ്റു രാജ്യത്ത് ഇപ്പം നമ്മൾ പറയുന്ന അതായത് രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകളാണ് അവരുടെ കറൻസി പ്രിന്റ് ചെയ്യുകയും സർക്കുലേറ്റും ചെയ്യുന്നത്. അത് അവരുടെ ഗവൺമെൻറ് ഒരു മെക്കാനിസം ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്തിൽ പൂർണ്ണമായിട്ടും അധികാരമുള്ളതും അല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ളതും ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ ഒരു നോട്ട് വർധനവ് അല്ലെങ്കിൽ ഈ സമ്പദ് വ്യവസ്ഥയിലെ ഈ വർദ്ധിച്ചു വരുന്ന കറൻസിയുടെ ഈ പറഞ്ഞ യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ യൂസ്, അത് തീർച്ചയായിട്ടും ജനങ്ങൾക്കല്ല അതിനകത്തിൽ ഉത്തരവാദിത്തമുള്ളത്. അത് ഗവൺമെൻറ് കൂടുതൽ നോട്ടുകൾ പ്രിന്റ് ചെയ്ത് സർക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് സമ്പദ് വ്യവസ്ഥയിൽ ഇത്രയും നോട്ടുകൾ ഉള്ളത് എന്നുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഓക്കെ, ഇനിയും സമ്പദ് വ്യവസ്ഥയുടെ, നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വാർഷിക വളർച്ച ശരാശരി 6% എന്നാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്കറിയാം. തീർച്ചയായിട്ടും 6 പോയിന്റ് സംതിങ് അല്ലെങ്കിൽ 6.2, 6.5 ഇങ്ങനെയൊക്കെയുള്ളൊരു പിന്നെ എന്താ പറയുക തലത്തിലാണ് നമ്മുടെ GDPയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ. അത് ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അല്പം മികവ് കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പല വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ട് ഈ ഒരു നമ്മുടെ രാജ്യത്തിന് അത് തീർച്ചയായിട്ടും ഈ ഒരു റേറ്റ് ഓഫ് ഗ്രോത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം എടുക്കേണ്ടി വരും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി. നമ്മൾ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നോട്ട് ഈ ഡിമോണിറ്റൈസേഷൻ നടന്ന സമയത്ത് അന്ന് കറൻസിയും GDPയും തമ്മിലുള്ള അനുപാതം എന്തായിരുന്നു? അതിനേക്കാൾ ഒരു താഴെയാണ് ഇപ്പോഴത്തെ GDP കറൻസി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കറൻസി ടു GDP റേഷ്യോ എന്ന് പറഞ്ഞിട്ട്. ഈ ഡിജിറ്റൽ പേയ്മെൻറ്റിനകത്തിൽ വർധനമുണ്ടാകുന്നുണ്ട് തീർച്ചയായിട്ടും. എന്നിരുന്നാലും ഡിജിറ്റൽ പേയ്മെൻറ്റിനേക്കാളും കറൻസി ഉപയോഗിക്കുന്ന, കാരണം നമുക്കറിയാം അതെല്ലാം എപ്പോഴും നമുക്ക് തീർച്ചയായിട്ടും ഡിജിറ്റൽ പേയ്മെൻറ്റ് എല്ലായിടവും ഇല്ല. ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നമുക്ക് എല്ലായിടം പോയി ചെയ്യാൻ സാധിക്കത്തില്ല. പലയിടത്തും നമുക്ക് കറൻസിയുടെ ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും കറൻസി ട്രാൻസാക്ഷൻ ഇപ്പം ഡിജിറ്റൽ പേയ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലും കറൻസി അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ തന്നെ തീർച്ചയായിട്ടും കറൻസികൾ കൊടുത്ത് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നൊരു കാഴ്ചയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കറൻസി കൊടുത്ത് അല്ലെങ്കിൽ നോട്ടുകളുടെ വിനിമയത്തിൽ കൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്നുള്ളൊരു പിന്നെ എന്താ പറയുക, അതിനുവേണ്ടി ആണ് ജനങ്ങൾ കൂടുതൽ ആം, താല്പര്യം കാണിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ ഈ കറൻസിയുടെ വർധനവിനുണ്ടായിട്ടുള്ള ഇതിനൊരു കാരണമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ RBIയുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രഖ്യാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഡിജിറ്റൽ പേയ്മെൻറ്റിനേക്കാളുള്ള കറൻസി പേയ്മെൻറ്റ് ഇഷ്ടപ്പെടുന്നവർ തന്നെ
ജനങ്ങളിൽ നല്ലൊരു പങ്കുണ്ട് എന്നുള്ളത് ആണ് ഈ ഒരു വർധനവിന് കാരണം എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മളെപ്പോലുള്ള ആർക്കും തന്നെ ഇവിടെ ഒരു രാജ്യത്തും അങ്ങനെ തന്നെ, എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെ. കാരണം ഗവൺമെൻറ് എത്ര നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നോ, ഗവൺമെൻറ് മീൻസ് RBI ഉൾപ്പെടുന്ന ആ ഒരു മെക്കാനിസം, അവരെത്ര അവരെപ്പോൾ നോട്ട് പ്രിൻ്റ് ചെയ്യുന്നോ, എത്ര നോട്ടുകൾ പ്രിൻ്റ് ചെയ്യുന്നോ, എപ്പോഴൊക്കെയാണ് ഇത് എക്കോണമിയിലേക്ക് അല്ലെങ്കിൽ പമ്പ് ചെയ്യുന്നോ ഒന്നും നമുക്ക് ജനങ്ങൾക്കൊന്നും ഇത് അറിയത്തില്ല. നമ്മൾ ഒരു പത്രമാധ്യമത്തിൽ കൂടി നമുക്കിത് അറിയാനുള്ള സാധ്യതയില്ല. ഒരു പത്രത്തിൽ കൂടി നമുക്ക് ഈ റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കാറില്ല. ആകെ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് ഇൻഫ്ലേഷൻ ഇത്ര ഉണ്ട് ഇല്ലേ, പണപ്പെരുപ്പ് ഇത്രയായി, ഇത്ര ശതമാനം കൂടിയെന്നോ കുറഞ്ഞെന്നോ ഉള്ള റിപ്പോർട്ട് മാത്രമേ നമ്മൾ സാറിന് നമുക്ക് ലഭിക്കാറുള്ളൂ, നമ്മൾ അറിയാറുള്ളൂ. അല്ലാതെ ഈ ഗവൺമെൻറ് അല്ലെങ്കിൽ RBI, കേന്ദ്ര ബാങ്ക് എന്ന് പറയുന്ന നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എപ്പോൾ നോട്ട് പ്രിന്റ് ചെയ്യുന്നു, എത്ര പ്രിന്റ് ചെയ്യുന്നു ഇല്ലേ, ഇതൊന്നും നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ എത്ര കോയിൻസ് അവർ മിൻറ്റ് ചെയ്ത് മാർക്കറ്റിൽ അല്ലെങ്കിൽ വിപണിയിലേക്ക്, സമ്പദ് വ്യവസ്ഥയിലേക്ക് അവർ സപ്ലൈ ചെയ്യുന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള അറിവും ഇവിടെ ഒരുമാതിരിപ്പെട്ട ഒരു പൗരന്മാർക്കും അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ആർക്കും തന്നെ ഒരിടത്തുനിന്നും നമുക്ക് ലഭിക്കാറില്ല. ഒരു TV ചാനലിലും നമ്മൾ ഈ ചർച്ചകൾ കാണാറില്ല, അവരുടെ ടോപ്പിക്കല്ല. ഒരു പത്രമാധ്യമങ്ങൾ നമുക്കിതിനകത്തിൽ ഇതുപോലുള്ള റിപ്പോർട്ടുകളെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കത്തില്ല. പിന്നെ RBIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. നമുക്കറിയാം, ഇപ്പോൾ വെബ്സൈറ്റൊക്കെ ഉപയോഗിക്കണമെങ്കിൽ എത്ര ആൾക്കാരെ അത് ഉപയോഗിക്കും അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ആ, നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ച് ഇതൊന്നും പ്രത്യേകിച്ച് ഒട്ടുമിക്ക രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയങ്ങൾ, സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ, രാജ്യത്തെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന രീതിയിൽ ഇത് ഒരിടത്തും ചർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ഇത് ഒരിടത്തും നമ്മളെ ഇത് ഇൻഫോം ചെയ്യുന്ന ഒരു എന്താണ് പറയുന്നത്, ഒരു സീൻ അല്ലെങ്കിൽ ഒരു സെനാറിയോ നമ്മൾ ഒരിക്കലും ഒരിടത്തും കാണുന്നില്ല. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അറിയത്തില്ല, രാജ്യത്ത് അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും, എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാർക്ക് പോലും അറിയത്തില്ല ഈ സമ്പദ് വ്യവസ്ഥയിൽ എത്ര കറൻസി സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, ഇത് എന്താണ് അവർ പ്രിന്റ് ചെയ്തത്, എപ്പോഴാണ് സർക്കുലേറ്റ് ചെയ്യുന്നത് ഇല്ല എന്ന്, ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് തീർച്ചയായിട്ടും കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള മീഡിയ ചാനൽസിൽ കൂടെ അല്ലെങ്കിൽ ആ ഒരു മാധ്യമങ്ങളിൽ കൂടെ നമുക്ക് ഒരിക്കലും ലഭിക്കാത്തതുകൊണ്ട് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവില്ല. ഇത് എപ്പോൾ സംഭവിക്കുന്നു, എങ്ങനെ സംഭവിക്കുന്നു, എത്രമാത്രം സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച്. RBI വല്ലപ്പോഴും ഇതുപോലെ റിപ്പോർട്ട് പുറത്തുവിടുമ്പോഴാണ്, അതും തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ ആക്സസ് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഇതിനകത്തിൽ എല്ലാ ജനങ്ങൾക്കും ഇതൊന്നും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളല്ലല്ലോ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതെല്ലാ ജനങ്ങളുടെയും ജീവിതത്തെ ഒരുപോലെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് ഇല്ലേ, എല്ലാവരുടെയും ജീവിതത്തെ ഒരുപോലെ ബാധിക്കുന്ന ഒരു കാര്യമാണിത്. പക്ഷേ എല്ലാവർക്കും ഇത് അറിയാനുള്ള സാധ്യതയില്ല, അറിയാനുള്ള താല്പര്യമില്ല. പക്ഷേ ഇതാണ് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയിൽ ഇപ്പോൾ ഉള്ള ഈ പറഞ്ഞ കറൻസിയുടെ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിയാലിറ്റി. അല്ലെങ്കിൽ ഇത് RBIയുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയാണ്. തീർച്ചയായിട്ടും നമുക്കിതൊരു ക്രെഡിബിൾ ആയിട്ടുള്ള റിപ്പോർട്ടാണ് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയിൽ ഡിമോണിറ്റൈസേഷൻ, അവരെ ഏത് ലക്ഷ്യം പറഞ്ഞുകൊണ്ടാണ് ഡിമോണിറ്റൈസ് ചെയ്തത് അല്ലെങ്കിൽ ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രഖ്യാപനം നടത്തി രാജ്യത്ത് മൊത്തം ഈ നോട്ട് ബാൻ കറൻസി അവർ നിർത്തിയത്. പക്ഷേ അതിന് വിപരീതമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലുള്ളത്. കാരണം നോട്ടിൻ്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. അറ്റ് ദ സെയിം ടൈം ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെയും വോളിയം വർദ്ധിച്ചു വരികയാണ്. അതൊരു റിയാലിറ്റിയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഡിജിറ്റൽ പേയ്മെൻറ്റിനേക്കാളും കൂടുതൽ കറൻസിയാണ് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം, ഇപ്പോഴും ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഒരു ഡിജിറ്റലൈസേഷൻ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഈവൻ ഭാഗികമായിട്ട് പോലും നമുക്ക് നടത്തുവാൻ സാധിക്കത്തില്ല. കാരണം ഇന്ത്യയുടെ നമുക്കറിയാമല്ലോ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പം ജപ്പാനെ പോലും അല്ലെങ്കിൽ ചൈനയെ പോലെയൊക്കെയുള്ള അവസ്ഥയിൽ അങ്ങനെ ഈവൻ ജപ്പാനിൽ പോലും നമ്മളെക്കാൾ ഇത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമൂഹമായിട്ട് തന്നെ അവിടെയും തീർച്ചയായിട്ടും ക്യാഷ് വളരെയധികം ഉപയോഗിക്കുന്ന ഒരു പ്രവണതയാണ് നിലനിൽക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ കാര്യം പറയണ്ടല്ലോ, എത്രത്തോളം ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പേയ്മെൻറ്റിൻ്റെ കാര്യം മാത്രമല്ല, മറ്റേത് മേഖലയിലുള്ള ഡിജിറ്റലൈസേഷൻ ഇവിടെ പൂർണ്ണമായിട്ടും എത്രത്തോളം നമുക്ക് ഇവിടെ എന്താണ് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു അത് ഇപ്പോഴും സാധ്യമല്ല. കാരണം നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം, നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി ഇപ്പോഴും നമുക്ക് സ്ട്രക്ചറലി, നമുക്ക് ഒത്തിരി കൾച്ചറലി സ്ട്രക്ചറലി ഒക്കെ ഒത്തിരി നമുക്ക് മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ച് മാത്രമേ തീർച്ചയായിട്ടും ഇതുപോലുള്ള എന്താണ് പറയുന്നത്, ഈ പറഞ്ഞ നമ്മളെ ടെക്നോളജി അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് അത്ര പെട്ടെന്ന് എളുപ്പമൊന്നുമല്ല നമുക്ക് പറഞ്ഞല്ലോ. കാരണം ഇത് ടെക്നോളജി നമ്മൾ അബ്സോർബ് ചെയ്യുക എന്നുള്ളൊരു വിഷയമുണ്ട്. ടെക്നോളജി ഉണ്ട്, പക്ഷേ നമ്മുടെ രാജ്യം മൊത്തമായിട്ട് ഈ ടെക്നോളജി അല്ലെങ്കിൽ ഒരു സമൂഹം എന്ന രീതിയിൽ ടെക്നോളജിയെ മൊത്തമായിട്ട് നമുക്ക് അബ്സോർബ് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം അതിന് നമ്മളെ സമൂഹം കൂടെ അതിന് ഒരു പരുവപ്പെടുത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ പരുവപ്പെട്ടൊരു സമൂഹമല്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഈ പൂർണ്ണമായിട്ടുള്ള ഡിജിറ്റലൈസേഷൻ ഇന്ത്യയിൽ ഇനിയും കുറേ കാലതാമസം എടുക്കും.
എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ പറയാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.